ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈസി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എംബ്രോയ്ഡറി ബട്ടൺസ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതാണ് എംബ്രോയ്ഡറി ബട്ടൺസ്. അപ്പോൾ ഇതേപോലെ എങ്ങനെ നമുക്ക് ബട്ടൺസ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ സ്പൈഡർ വെബ് റോസസും പിന്നെ ഫ്രഞ്ച് നോട്ടും ആണ്. അപ്പോൾ സ്പൈഡർ വെബ് റോസസ് എല്ലാം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണ്ടേന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് ബട്ടൺസ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് ബട്ടൺസ്. ഈ ബട്ടൺസ് വെച്ചിട്ടാണ് നമുക്ക് പിന്നെ എംബ്രോയ്ഡറി ബട്ടൺസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ബട്ടൺസ് എന്ന് പറയുന്നത് നന്ന ചെറുതുമല്ല വലിയ സൈസും അല്ല, ഒത്ത മീഡിയം സൈസുള്ള. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ബട്ടൺസിന് 3 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ എംബ്രോയ്ഡറി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതാ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 കളറാണ് യൂസ് ചെയ്യുന്നത്, റെഡ്, ഗ്രേ, വൈറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് സ്പൈഡർ വെബ് റോസസ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് സ്പൈഡർ വെബ് റോസസ് ചെയ്തെടുക്കാം. അതിന് ആദ്യം മിഡിലിലെ സ്പൈഡർ ലൈന് വരക്കാം. 5 ലൈന്, ചെറിയ 5 ലൈനായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. ഇതേപോലെ 5 ലൈൻ നമുക്ക് തുടങ്ങാം. ലൈന് പിന്നീട് കൊടുക്കാം. ഇതേപോലെ ഇത് ഒന്ന് വിട്ട് ഇടവിട്ടിട്ട് എടുക്കാൻ. ഇതേപോലെ ഇതിപ്പോൾ ഞാൻ അങ്ങനെ വിശദമായിട്ട് കാണിക്കാത്തത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് സ്പൈഡർ വെബ് റോസസ് ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇടവിട്ട് എടുക്കാം.
അപ്പോൾ ഇതാ ഇതേപോലെ ഈ ഫ്ലവറിന് ചുറ്റും ടോട്ടൽ 6 ഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ സ്പൈഡർ വെബ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രേ കളർ വെച്ചിട്ട് ബാക്കി സ്ഥലങ്ങളിൽ ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇതേപോലെ ഇതേപോലെ കൊടുക്കാം. ഇതേപോലെ ഇടവിട്ട് കൊടുക്കുക. കാരണം നമുക്ക് വൈറ്റ് കളർ ഫ്രഞ്ച് നോട്ടും കൂടിയോ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇടവിട്ട് കൊടുക്കാൻ 2 wrap വെച്ചിട്ട് 2 wrap 1 2 ഇങ്ങനെ കൊടുക്കാം. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. 1 2 പിന്നെ നമുക്ക് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഈ അടുക്കടുക്ക് ഇടവിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് 2 wrap വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. 2 wrap ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതേപോലെയാണ് വരാൻ. പിന്നെ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഇനി കട്ട് ചെയ്യണോ. പിന്നെ ഒരു 3/4 ഇഞ്ച് ഡിസ്റ്റൻസാണ് വേണ്ടത്. നമ്മൾ ഈ വള വെച്ചിട്ടൊന്ന് ഇത് ഏകദേശം ഒരു 3/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും ഇതും തമ്മിൽ. ഇതേപോലെ ഇതേപോലെ വരച്ചെടുക്കാം. നമുക്ക് ഇനി ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് വരാൻ. ഇനി നമുക്ക് ഈ കറുപ്പ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഹാൻഡ് സ്റ്റിച്ച്.
ഇതേപോലെ കൊണ്ടുവരാം. എന്നിട്ട് ഇതുപോലെ സ്ലോലി വലിക്കാം. ത്രെഡ് പൊട്ടിപ്പോകാണ്ട് നോക്കണം. ഇതാ ഇതുപോലെ കിട്ടും. എന്നിട്ട് കോട്ടൺ വെച്ച് കൊടുക്കുക. കോട്ടൺ വെക്കുന്നത് ബട്ടണിന് പഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ ബട്ടൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് മെല്ലെ നൂല് വലിക്കുക. ഇതേപോലെ ഫുൾ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ബട്ടൺസ് പുറത്ത് വരാത്ത രീതിയിൽ ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ എംബ്രോയ്ഡറി ബട്ടൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ബുല്ലൻ നോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാസ്റ്റോൺ സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പേളും സ്റ്റോണൊക്കെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ഹാൻഡ് മെയ്ഡ് ബട്ടൺസ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് പിന്നെ പ്രിൻറ്റഡ് മെറ്റീരിയലിലും ബട്ടൺസ് ചെയ്തെടുക്കാം. 6 ബട്ടൺസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു പ്ലെയിൻ പർദ്ദ ഷോളാണിത്. അപ്പോൾ ഷോളിൻ്റെ അറ്റത്ത് നമുക്ക് ബട്ടൺസ് ഇതേപോലെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഹാൻഡ് സ്റ്റിച്ച് കൊടുത്താൽ മതി. നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ പർദ്ദൻ്റെ സ്ലീവിലാണ് ബട്ടൺസ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ബട്ടൺസ് എന്ന കണക്കിൽ. അപ്പോൾ ഇതാ ഇതേപോലെയാണ് വരാൻ. ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തത് ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കുക. കറക്റ്റ് ചോക്ക് മാർക്ക് ചെയ്തെടുത്ത് ബട്ടൺസ് വെച്ചിട്ട് ഇതേപോലെ കൊടുത്താൽ മതി സ്റ്റിച്ച്. ഇതിനൊന്നും നമുക്ക് റിങ്ങൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് ഇതൊക്കെ. നല്ല ടൈറ്റായിട്ട് കൊടുക്കുക. എന്നാൽ നല്ല ഫിറ്റായിട്ട് നിൽക്കും ബട്ടൺസ്. ഇതേപോലെ വരാൻ.
ഇതേപോലെയാണ് വരാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുർത്തിൻ്റെ നെക്കിലൊക്കെ ബട്ടൺസ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ബട്ടൺസ് ഉണ്ടാക്കിയിട്ട് അതുപോലെ പിന്നെ ഫ്രോക്കിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.